കഴിഞ്ഞ എപ്പിസോഡിൽ BMW റിവ്യൂവിൽ കാണിച്ച റൺ ഫ്ലാറ്റ് ടയറുകളുടെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് BMW ഉപഭോക്താക്കൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ന്യൂ കാർ റിവ്യൂവിൽ കാർ ഏതാണെന്നും അതിന്റെ വിശേഷണങ്ങൾ എന്താണെന്നും നമുക്കറിയാം. ലോകത്തിലെ പ്രശസ്തമായ 3 ജർമ്മൻ കമ്പനികളാണ് മെർസിഡീസ്, BMW, ഓഡി. ഇതിൽ നിന്നും അവസാനമായി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്ത കമ്പനിയാണ് ഓഡി. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓഡിയുടെ ബേബി Q7 എന്നറിയപ്പെടുന്ന Q5 ആണ്. 2010 ജൂൺ വരെ ഏതാണ്ട് 71% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ കമ്പനിയാണ് ഓഡി. ഇപ്പോൾ ഇതിന്റെ ഉത്പാദനം പൂർണ്ണമായും ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വർഷത്തിൽ 1500 യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഈ കമ്പനി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നമുക്ക് ഇതിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം നമുക്കിതിന്റെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ തന്നെ ഒരു പെർഫോമൻസ് SUVന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്താണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വലിയ ഒരു ക്രോം ഫിനിഷ്ഡ് റേഡിയേറ്റർ ഗ്രിൽ, അതിന് നടുവിലായി വളരെ മനോഹരമായാണ് ഇതിന്റെ ഓഡി ബാഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള എല്ലാ ഓഡി കാറുകളെ പോലെയും ഈ Q5നും കമ്പനി ഡേ ടൈം റണ്ണിംഗ് LED ലാമ്പ് നൽകുന്നു. സൈഡ് വ്യൂയിലേക്ക് പോകുമ്പോൾ ഈ സെഗ്മെന്റിൽ ഏറ്റവും നല്ല സൈഡ് വ്യൂ ഡിസൈൻ ഉള്ള ഒരു SUV ആണ് ഇത്. ഇതിന്റെ റൂഫ് ലൈൻ സ്ലോപ്പായി ഒരു സ്പോട്ടി കൂപ്പെ പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തൊട്ടുമുകളിൽ കാണുന്ന ഈ റൂഫ് റെയിൽ ഇതിന്റെ സ്പോർട്ടിനെസ് ഒന്നും കൂടെ വർദ്ധിപ്പിക്കുന്നു. വീലുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത 17 ഇഞ്ച് ഫോഴ്സ്ഡ് അലൂമിനിയം വീൽസ് ആണ് കമ്പനി ഇതിന് നൽകുന്നത്. ഇതിൽ 235/65 R17 ടയറാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. റിയർ പോർഷനിലേക്ക് പോകുമ്പോൾ വളരെ സ്പോർട്ടിയും ഇലഗന്റുമായാണ് കമ്പനി ഇതിന്റെ റിയർ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലേറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിന്റെ ടെയിൽ ലാമ്പുകൾ തന്നെയാണ്. മറ്റുള്ള എല്ലാ വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ ടെയിൽ ലാമ്പുകൾ ടെയിൽ ഗേറ്റിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. എക്സ്റ്റീരിയർ പ്രിവ്യൂ കണ്ടില്ലേ? ശരിയാണ്, ഒരു ബേബി Q7 തന്നെ. എന്താണ് ഈ Q5 എക്സ്റ്റീരിയറിന്റെ പ്രത്യേകത? Q5 Q7 പോലെ ഒരിക്കലും ഒരു മോൺസ്ട്രസ് വെഹിക്കിൾ അല്ല, എന്നാൽ അതിന്റെ ഒരു റെപ്ലിക്കയുമാണ്. A4ന്റെ അതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന Q5 A4നേക്കാൾ 210 mm ഉയരം കൂടുതലാണ്. കൂടാതെ A4നേക്കാളും അല്പം നീളം കുറവും വീതി കൂടുതലുമാണ് Q5ന്. ഈ വാഹനത്തിന്റെ ഫ്രണ്ട് പോർഷനിൽ ഓഡി ബാഡ്ജിന്റെ തൊട്ട് താഴെയായി ക്വാട്രോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണത്? ക്വാട്രോ, ഇറ്റ്സ് എ ഇറ്റാലിയൻ വേർഡ്. നമുക്കതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കാം. ഓട്ടോമൊബൈൽ രംഗത്ത് ഈ വാക്കിന്റെ അർത്ഥം 4 വീൽ ഡ്രൈവ് എന്നാണ്. എന്നാൽ ഓഡി പേറ്റന്റായ ഈ വാക്ക് ഇന്നൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ആയി മാറിയിരിക്കുന്നു. ഓൾ ടൈം 4 വീൽ ഡ്രൈവായ ഈ വാഹനത്തിന്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓഫ് റോഡിങ്ങിന് ഏറ്റവും ഉപകാരപ്രദമായ ഓട്ടോ ഹോൾഡ്, ഡൗൺ ഹിൽ ആൻഡ് അപ്പ് ഹിൽ ടെക്നോളജി ഈ വാഹനത്തിൽ വരുന്നു. അതുകൂടാതെ 30 km/h പോലും സെറ്റ് ചെയ്യാവുന്ന ഇതിന്റെ ക്രൂസ് കൺട്രോൾ സിസ്റ്റം വളരെ ഒരു ഈസി ഡ്രൈവാണ് നമുക്ക് തരുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ ആക്സിലിൽ 40/60 എന്ന റേഷ്യോയിലാണ് ഇതിന്റെ ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സലന്റ് ട്രാക്ഷൻ കൺട്രോൾ ആണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത്. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് Q7ന്റെ എയർ സസ്പെൻഷൻ തന്നെയാണ്. എന്നാൽ ഒട്ടും മോശമല്ലാത്ത കൺവെൻഷണൽ സ്റ്റീൽ സ്പ്രിങ്സ് ആണ് ഇതിൽ വരുന്നത്. ഇന്ത്യയിൽ Q5ന് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ 3 ലിറ്റർ TDI ഡീസൽ എഞ്ചിനും
2 ലിറ്റർ TFSI പെട്രോൾ എഞ്ചിനുമാണ് വരുന്നത്. ഞാൻ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഈ വാഹനം 2 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. ഇതിന്റെ മാക്സിമം പവർ 215 ഹോഴ്സ് പവറും മാക്സിമം ടോർക്ക് 315 ന്യൂട്ടൺ മീറ്റർ അറ്റ് 4000 RPMവുമാണ്. ഇതിന്റെ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുമ്പോൾ വളരെ ക്വിക്കും റെസ്പോൺസീവുമായ 7 സ്പീഡ് ട്വിൻ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് എസ്ട്രോണിക് ഗിയർ ബോക്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓഡിയോയുടെ പേരന്റ് കമ്പനിയായ ഫോക്സ് വാഗണിൽ ഇതേ ടെക്നോളജി DSG ഗിയർ ബോക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഏതാണ്ട് 9 km/ലിറ്റർ ആണ് മൈലേജ് ലഭിച്ചത്. ഇപ്പോൾ Q5ന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഈ വാഹനം ഓടിച്ചപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? വെരി ഗുഡ് ഡൈനാമിക് കൺട്രോൾ, എക്സലന്റ് ഹാൻഡ്ലിംഗ് എന്നിവ ചേർന്ന ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ SUV ഓടിച്ച ഒരു ഫീലാണ് എനിക്ക് ലഭിച്ചത്. നമുക്കിനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോകാം. ഇന്റീരിയറിൽ 3 പേർക്ക് വളരെ സുഖമായി യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ബാക്ക് സ്പേസും ലെഗ് റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്പോർട്ടിയായ 4 സ്പോക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽ, അതിൽ വളരെ ക്ലാസിയായി തന്നെയാണ് വോളിയം കൺട്രോൾ സ്വിച്ച് ഘടിപ്പിച്ചിരിക്കുന്നത്. ഓഡിയോയുടെ 3rd ജനറേഷൻ MMI മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് ഇതിലുള്ളത്. അതിന്റെ സ്ക്രീനിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കൺട്രോളിംഗ്, റിവേഴ്സ് സെൻസർ എന്നിവയുടെ പ്രവർത്തനം അറിയാവുന്നതാണ്. മ്യൂസിക് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ബാങ്ക് ആൻഡ് ഒലൂപ്സൺ എന്ന കമ്പനിയുടെ 14 ഹൈ പെർഫോമൻസ് സ്പീക്കേഴ്സ് ഇൻക്ലൂഡിംഗ് സബ്വൂഫർ കമ്പനി നൽകിയിരിക്കുന്നു. കൂടാതെ ഇതിൽ ബ്ലൂടൂത്ത് ഫെസിലിറ്റി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു 3 സോൺ ഡീലക്സ് ഓട്ടോമാറ്റിക് AC സിസ്റ്റം ആണ് ഇതിലുള്ളത്. ഇത് ഫ്രണ്ട് പാസഞ്ചർ, ഡ്രൈവർ ആൻഡ് റിയർ കമ്പാർട്ട്മെന്റ് എന്നീ ഭാഗങ്ങളിലേക്ക് വ്യത്യസ്തമായ ടെമ്പറേച്ചറുകൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും നല്ല ഇന്റീരിയർ ക്വാളിറ്റിയുള്ള മറ്റൊരു കാറും ഈ സെഗ്മെന്റിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ A4ന്റെ അതേ ഫീൽ ആണെങ്കിലും അല്പം ഉയരം കൂടുതലുള്ളതിനാൽ ഒരു സ്പെഷ്യൽ കംഫർട്ട് തന്നെ അനുഭവപ്പെടുന്നു. ടോപ്പ് സ്പീഡ് 220 km/h ഉള്ള ഈ വാഹനം 0 to 100 km കവർ ചെയ്യുന്നത് വെറും 7.2 സെക്കൻഡിലാണ്. എഞ്ചിൻ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും അതിന്റെ റിവ്യൂസും എല്ലാം കണ്ടു. ഈ വാഹനത്തെ പറ്റി ഓവറോൾ എന്താണ് പറയാനുള്ളത്? വെരി നീറ്റ് ആൻഡ് മെച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വാഹനം ഓരോ കോണിലും ബേബി Q7നെ ഓർമ്മിപ്പിക്കുന്നു. പേഴ്സണലി ഞാൻ എന്തുകൊണ്ടും Q7നേക്കാൾ ഈ വാഹനം ഇഷ്ടപ്പെടുന്നു.